വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വന്ന് വരെയൊക്കെ കഴിക്കുമല്ലോ. എല്ലാം കഴിക്കാൻ. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഏകദൈവമേ പ്രിയത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ശുദ്ധമാനം അറിയുമേ ഞങ്ങൾക്ക് വേണ്ടിയ തമ്പുരാന്റെ പുണ്യം ജോമോള് കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഗ്ലാസ് കയറും കഞ്ഞി കുടിക്കും. ആരോഗ്യം വേണ്ടേ? പ്രാർത്ഥനയല്ല, ആരോഗ്യം വേണ്ടേ? തിരിച്ച് കാല് തിരിച്ചിട്. തിരിച്ച് ഈ ഇതപ്പുറത്തിട്. ഇതപ്പുറത്ത് ഇത് ഇവിടുത്തെ ഈ കാല്. അത് ഈ കാല്. ആ ഒന്നാമതെ വല്ലവരും പഴയത് തന്നിരിപ്പാ. അത് പിന്നെ മറ്റുള്ളവർക്ക് അറിയത്തില്ല. എടുത്തോണ്ട് പോയിട്ട് അത് ഏത് കാലയിൽ ഇടണം എന്നൊക്കെ മറ്റുള്ളവർക്ക് അറിയാന്നല്ലേ. പിന്നെ ജോമാനെ എന്തിനാ ജോമാനെ എടുത്തു കൊടുക്കണേ? അതേറ്റ് കാലം വേറെ വേദനയെന്ന് പറയുന്നോണ്ടല്ലേ എല്ലാം ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. മതി. പ്രാർത്ഥനയില് ശ്വാസം വിടാൻ തുടങ്ങി. എല്ലാം കേട്ടു. പ്രാർത്ഥനയില് ശ്വാസം വിടാൻ തുടങ്ങി. ഇത് കഞ്ഞി അമ്മയ്ക്കാ. ഞാൻ കുടിച്ചു. ഞാൻ വിളിച്ചിട്ട് അമ്മ വന്നില്ല. ഞാൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ കൊറേ നേരമായി. അത് അരമണിക്കൂറാണോ കഴിഞ്ഞിരിക്കേ? അയ്യോ ഞാനിവിടെ ഇരിക്കാം. കൈ കഴിയിട്ടു കൈ കഴുകിയിട്ട് എല്ലാം ഒന്ന് നോക്കി വെച്ചല്ലേ പോകുള്ളൂ. എല്ലാം ഇളക്കി നോക്കിട്ടേ കൈ കഴുകിട്ട് വാ. അതിനകത്തൊന്നും ഇല്ല. സമയം പോണെന്നേ. ഒരു സമയമുണ്ട് എല്ലാം കഴിക്കുന്നതിനൊക്കെ. തോന്നിയ സമയത്തൊക്കെ കഴിക്കുന്നേ. കഴിയിട്ട് വാ. നേരം മുട്ടലും ഇല്ലാതെ എന്നാ ശ്വാസം പിടിച്ചാ ചെല്ലുന്നേ പ്രാർത്ഥനയില്ലെന്നേ. ഏറെ പിടിച്ച് പ്രാർത്ഥനയില്ലല്ലോ. പിന്നെ എങ്ങനെയാ? അത് അമ്മ തന്നെ അടയ്ക്കാനായിരിക്കും. അമ്മയെ ഭയങ്കര ടൈറ്റാക്കി വെക്കുന്നത്. നമുക്ക് പോലും മുക്കിയ തുറക്കാൻ പറ്റത്തില്ല. അതിട്ട് അമ്മ ടൈറ്റാക്കി വെക്കുന്നത്, അടച്ചു വെക്കുന്നത്. അഴിഞ്ഞു പോയി. ആ പറമ്പുവഴി എല്ലാം പോയി. മേളിലത്തെ പറമ്പുവഴി എല്ലാം നടക്കുക. എന്നിട്ട് അവിടുത്തെ ചേച്ചി വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കിടാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇവിടെ ജോമോൻ ചെന്ന് അവളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ജോമോനെ നോക്കിയാൽ ഇങ്ങോട്ട് വന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കിയാ എന്നിട്ടുണ്ടല്ലോ ജോമോൻ ഓടിച്ചിട്ട് വേറെ വഴിക്ക് ഓടിപ്പോയി അവള്. കൊറേ ഇട്ട് കളിപ്പിച്ച് മനസ്സിലായി. തുള്ളിച്ചാടി അങ്ങ് ഓടി. പിന്നെ പിടിച്ചോണ്ട് വന്നു. അവള് ഭയങ്കര ഓട്ടം, കൂത്താട്ടം. അതേന്നേ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് താനും. പക്ഷേ വഴക്കുണ്ടാക്കി അവൾക്ക് വഴി തെറ്റിപ്പോയി. പറഞ്ഞ അതിന്റെ മൂക്കയറിടാനേ പറഞ്ഞു. വിവാനെ മൂക്കുത്തി കഴിഞ്ഞാൽ അതിന്റെ സൗന്ദര്യം പോകുന്നു. ആ പശുവിന്റെ മൂക്കുകയർ ഇട്ട് കഴിഞ്ഞാൽ സൗന്ദര്യം പോകുന്നു പശുവിന്റെ. വിവാൻ പിന്നെ മൂക്കുത്തിക്കല്ല. അവനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ നോക്കണം. അതിന് വേണ്ടിയാണ്. നമ്മളെ ആരെങ്കിലും പിടിച്ച് വലിച്ചതാണ് തിടിയല്ലേ. പോയല്ലേ പിടിച്ചാ നിക്കുവോ? അവനിവിടെ ഒന്നും പിടിക്കാനൊന്നും നിക്കുന്നില്ല. അവൻ പോവല്ലേ രാവിലെ. എല്ലാരും പിടിച്ച് വലിച്ച് താഴെ ഇട്ട് കാല കൈ ഓടിച്ച പിന്നെ എന്നെ ചെയ്യും? പറയാ മതി. അവനമ്മ പറയുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. അവൻ ഒന്ന് കോളേജിൽ നിന്ന് വരുമ്പോ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അവനെ ഒന്ന് കോളേജിൽ നിന്ന് വരുമ്പോഴേ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സാബു ആണോ കോളേജിൽ പോണ ഇപ്പം? വിവാൻ. ഇവിടെ ഇരിക്കും. കഞ്ഞി കുടി. വർത്താനൊക്കെ പിന്നെ മതി. ടി വി കണ്ടോണ്ട് കഞ്ഞി കുടിച്ചോ. നല്ല ഇടി സിനിമയാണ് കണ്ടോണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ സിനിമ. കുടിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഇരുന്ന് കുടിക്കേ. പിന്നെ കുടിക്കാൻ പറ്റിയിരുന്ന ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കുടിക്കുന്നതിന്. കുടിക്കണം. ഈ ഇത്ര നേരം ഏറെ പിടിച്ചിരുന്ന കുത്തിയിരുന്നുള്ള പ്രാർത്ഥനയിലിച്ചയാണ്. ശ്വാസം പിടിച്ചിരുന്ന് ചെല്ലുന്നതാണ്ടാ കുഴപ്പമുണ്ടാകുന്നത്. കുടിക്കേ. കഞ്ഞാളം വേണ്ടേ? കഞ്ഞാളം ഊറ്റണോ? കഞ്ഞാളം ഊറ്റണോ?
ഞാൻ പോയിട്ട് എടുത്തിട്ട് ബാക്കി അവിടെ ഇരിക്കട്ടെ കുടിക്കാൻ അയ്യോ അത് അമ്മയ്ക്ക് കഴിക്കാനുള്ള വല്ലവരും അത് എലിക്കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്. അത് എലിക്കുട്ടിക്ക് കുടിക്കാനുള്ളതാ. എലിക്കുട്ടിക്ക് കഞ്ഞിവെള്ളം കൂട്ടി മോരൊക്കെ ഒഴിച്ചല്ലേ വേണ്ടത്. എനിക്ക് കഞ്ഞാളം വരും. കഞ്ഞാളൊന്നും കുടിച്ചിട്ട് കാര്യമില്ല, കഞ്ഞി കുടിക്കണം. ഇതുകൊണ്ടല്ലാതെ എത്ര ഏതായാലും ഉള്ളോ ഇത് കൊണ്ട് എല്ലാവരും കുടിക്കാൻ പറ്റും. അയ്യോ ഇത് എലിക്കുട്ടിക്കുള്ളതാ, എല്ലാവർക്കും കൂടെ ഉള്ളതല്ല. എല്ലാവരും കുടിച്ച് കഴിഞ്ഞു കേട്ടോ. എലിക്കുട്ടി അമ്മയ്ക്കുള്ള കഞ്ഞിയാണ്. അല്ലെങ്കിൽ വേറെ അവർ വന്ന അവർ വരുന്നതെന്ന് നോക്കണ്ട, അങ്ങ് കഴിച്ചോ. എലിക്കുട്ടി അമ്മ കഴിച്ചോ. അതേ അമ്മ കുടിച്ചോ, അമ്മയ്ക്കുള്ളതാ. അവരെല്ലാം കഴിച്ചതാ കേട്ടോ. ഇളക്കിയില്ലല്ലോ. ആണോ? ഉപ്പാണോ പുളിയാണോ? ഉപ്പാണോ പുളിയാണോ മധുരമാണോ? എന്നാ മറ്റു കുഴപ്പമൊന്നുമില്ല. മറ്റു കുഴപ്പമൊന്നുമില്ല. ആ എന്നാ കുടിച്ചോ, പെട്ടെന്ന് കുടിച്ചോ. കഞ്ഞാളത്തിനും കുഴപ്പമില്ല, കഞ്ഞിക്കും കുഴപ്പമില്ല, ഒന്നും. ആ എന്നാ കഴിച്ചോ കേട്ടോ. എന്നാ സിനിമ കണ്ടോണ്ടിരുന്ന് കഴിച്ചോ. ആരെങ്കിലും അയ്യോ അത് ആർക്കല്ല, എലിക്കുട്ടി അമ്മയ്ക്കുള്ളതാ. ഇനി ആരും വരാനില്ല. ആരെങ്കിലും വരുവാ. ഇല്ല, ഇനി ആരും വരാനില്ല. സമയം കഴിഞ്ഞു, ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയം കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ ചായയേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ ഇന്ന് ഏറ്റവും ലേറ്റായിട്ട് കഴിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. ആ അത് കണ്ടോണ്ട് കഴിച്ചോ, സിനിമ കണ്ടോണ്ട് കഴിച്ചോ, പാട്ടൊക്കെ കേട്ടോണ്ട് കഴിച്ചോ. അത് സിനിമയ്ക്കകത്തല്ലേ, സിനിമ ടി വിക്കകത്തല്ലേ, അമ്മ ഇരുന്ന് കഴിക്കേ. ഓരോ കാര്യം നടത്താൻ വന്നു. അതെ ടി വിയിലെ സിനിമയാ കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊന്നുമല്ല. ഒരെന്തോ രണ്ടോ ഇല്ലാതെ ഇരുന്നാൽ അറിയാൻ പറ്റിയ എല്ലാവർക്കും ഓരോന്നും നോക്കി നോക്കി ചെയ്ത് വന്ന ഇത് അവിടെയൊക്കെ കണ്ടോ അത്രയൊക്കെ അതുപോലെ. ആ അത് അവിടെ ബീച്ചിലൂടെ ഒക്കെ നടക്കണതാ സിനിമാക്കാർ. അത് കഴിക്കേ, ഇന്നത് കഴിക്കാതെ നടക്കിയാലും തോന്നും. പുറത്താൻ പറഞ്ഞിരിക്കുക. നമ്മുടെ സപ്പോട്ടയിലെ സപ്പോട്ടയൊക്കെ കേട്ടോ എല്ലാം മൂത്ത് വരുന്നേ ഉള്ളൂ. വാവല് കൊണ്ടുപോവാ, പാവൽ മുഴുവൻ കൊണ്ടുപോവാം. കഞ്ഞി കുടിക്കേ, കഞ്ഞി കുടിക്കേ. കഞ്ഞിയോ? ഇത് അമ്മയ്ക്ക് കഞ്ഞി കുടിക്കേ. വേഗം സമയം പോണം, നമുക്ക് പോണം. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് പോകണം? കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. എങ്ങോട്ടാ പോകണം? എങ്ങോട്ട് വേണേലും പോവാം. അമ്മ പറയുന്ന സ്ഥലത്തോട്ട് പോയേക്കാം. അമ്മയ്ക്ക് എങ്ങോട്ടാ പോകണ്ട അത് പറഞ്ഞാ മതി, പോയേക്കാം. അയ്യോ കഞ്ഞിയുടെ കൂടെ കഴിക്കണ്ട, അത് കഞ്ഞി കഴിച്ചിട്ട് കഴിക്കാം. ഇത് കഴിച്ചിട്ട് അത് കഴിക്കാം. കഴിച്ചിട്ട് അത് കഴിക്കാം. കഞ്ഞി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തിന്നാം. നമുക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടപ്പെടും, മധുരമുണ്ട്. ഒച്ചയില്ലേ സിനിമയ്ക്ക്? സിനിമ കണ്ടോടെ പെട്ടെന്ന് കുടിച്ചോ. പിന്നെ അമ്മ മകളോട് ഒരു ചർച്ച, അതിന്റെ കാര്യമായ ചർച്ചയിലാണല്ലോ. തലമുടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റായിരുന്നോ? ഇല്ല, അതിപ്പോ കിടക്കുമായിരുന്നു. 2-3 പേരൂടെ വന്നായിരുന്നു. ആര്? ചേച്ചിയുടെ ചേച്ചി ഷീബയൊക്കെ മകളും ആൽബിനും എയിൻസിലും ഒക്കെ വന്നായിരുന്നു. അപ്പൊ എണീറ്റ് അവരോട് വർത്താനൊക്കെ പറഞ്ഞതാ. കിടപ്പൊന്നുമില്ലേ? ഇതോ കിടക്കാൻ വന്നതാ ഇപ്പൊ. രാത്രിയായില്ലേ? തലമുടിയൊക്കെ ഒന്ന് ചെയ്യൊക്കെ. രാത്രിയായി ഒത്തിരി ആയില്ലേ? രാത്രി ഒത്തിരി ഒന്നും ഇപ്പൊ നേരെ സന്ധ്യ ആവുന്നേ ഉള്ളൂ. ഞാൻ കടന്നു വന്നാലും ഇവിടെ ആരും ഇല്ല, പള്ളിയിലൊക്കെ ഒന്ന് പോണായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അമ്മയുടെ മക്കളോടൊക്കെ പറയാൻ പറഞ്ഞു. ഓ അതുങ്ങളൊന്നും കൊണ്ടുപോകൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് തന്നെ പോണെന്ന് പറഞ്ഞു. തന്നെയൊക്കെ പോവാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇനി പോവാൻ പറ്റിയില്ലേ, പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ജോമോനെ കണ്ടപ്പോ അതാ വന്നെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു. അമ്മ അറിയുമെന്ന് ചോദിച്ചു. ഞാനങ്ങ് അറിയാലെന്ന് പറഞ്ഞു. എന്നെ അറിയുമെന്ന് ചോദിച്ചു. പിന്നെ നിന്നെ അറിയാന്ന്, ഞാൻ വരുമ്പോ നീ ഇവിടെ ഉള്ളതല്ലേന്ന്. പേലിക്കുട്ടിയമ്മ കുഞ്ഞു വെച്ചാ ഇവിടെ വരുമ്പോ ഉള്ളത്. അവര് വന്നപ്പോഴേ അവരെ ഉപദേശിച്ചു കൊറേയൊക്കെ അങ്ങോട്ട്. ആണോ? എടുത്ത് വെക്കാൻ പറ്റാതോ? അവരെ ഉപദേശിച്ചൊക്കെ. അവരെയൊക്കെ ഉപദേശിച്ചെന്നറിയാ, ആരും പിണങ്ങിയൊന്നും കഴിയരുത് അങ്ങനെയൊന്നും പറഞ്ഞൊരു പിള്ളേരൊക്കെ ഇത് കേട്ടിട്ടുള്ള പിള്ളേർക്കൊക്കെ ചിരി വന്നു. എനിക്ക് ചിരി വരും. നമ്മളിതൊക്കെ കേട്ടോണ്ടിരിക്കണല്ലേ സ്ഥിരം പണ്ട് പോലെ. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു കൊടുത്ത്. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഇപ്പൊ ഒരു പരിപാടിയാ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാ ഇനി വരാനുള്ളവരില്ല, അവർക്ക് കൊടുക്കണ്ടേ. ഇതിപ്പോ എന്ത് പരിപാടി ഇത്? അതെ ഇടയ്ക്ക് പണ്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എന്ത് കളിയാ ഇതൊക്കെ? ഭക്ഷണം എന്നിട്ട് കഴിക്കുന്നില്ല. ഇടയ്ക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. മറ്റുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കല്ല. അവരൊക്കെ വരും, അവർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഭേദായില്ലേ? അവർക്ക് വരും, അവർക്ക് കൊടുക്കും. ഓറഞ്ച് കൊടുത്തത് ഇതുപോലെയുള്ളതൊക്കെ
ഉണ്ടാക്കി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ ഇതുകൊണ്ട് കളഞ്ഞേച്ചിരുന്നു. നിങ്ങൾ അമ്മയും മോനും കൂടെ വർത്താനം പറയാം കേട്ടാ. ചായ കുടിച്ചാ? ചായയൊക്കെ കുടിച്ചാ? കായൊക്കെ കുടിക്കാൻ. ചായ കുടിച്ചു. ഇവിടെ ആരാ വന്നേ? ഇവിടെ ആരാ കാണാൻ വന്നേ? എലിക്കുട്ടിയമ്മേനെ കാണാൻ ആരൊക്കെയാ വന്നേന്ന്? ഇവിടെ ആരും വന്നില്ലേ? ഇവിടെ 3-4 പേര് വന്നായിരുന്നല്ലോ. 3-4 പേര് വന്നായിരുന്നു. ആ ഇപ്പൊ കുറച്ചു നേരം ആയത് പോയിട്ട്. ഇച്ചിരി മുന്നേ, ഇത് വരുന്നതിന് മുന്നേ വന്നതാ. നിന്റെ കണ്ടിട്ടില്ലായിരുന്നു. എന്നെയോ? അമ്മേനെ കാണാൻ വന്നതാ. പിന്നെ എന്നെ കാണാനാ? അല്ല, ഇത് കണ്ടിട്ട് വിവരം മനസ്സിലാക്കി പറഞ്ഞു. അമ്മേനെ കണ്ടിട്ട് അമ്മയുടെ വിവരം മനസ്സിലാക്കിയിട്ട് കാണാൻ വേണ്ടി വന്നതല്ലേ? അമ്മേനെ കണ്ട് വിവരം മനസ്സിലാക്കാൻ വന്നത്. എലിക്കുട്ടിക്ക് എന്നാണ്ട് വിശേഷം എന്നറിയാൻ. എലിക്കുട്ടി അമ്മയ്ക്ക് എന്നാണ്ട് വിശേഷം, എലിക്കുട്ടി ചേട്ടത്തിക്ക് എന്നാണ്ട് വിശേഷം. ആരും ഇങ്ങോട്ട് കയറി വരികയല്ലോ അല്ലേ? അപ്പൊ ബെല്ലടിക്കല്ലേ? ബെല്ലടിക്കുമ്പോ കഥവ് തുറന്നു കൊടുക്കണ്ടേ? മണി അടിക്കല്ലേ? കഥകിനിട്ട് മുട്ടില്ലേ? രാത്രി പകലൊക്കെ ആൾക്കാർ വരും. അപ്പൊ കഥക് തുറന്നു കൊടുക്കണ്ടേ? അത്യാവശ്യത്തിന് വരുവുണ്ടെങ്കിലേ ഉള്ളൂ. അത്യാവശ്യത്തിന് വേണ്ടിയല്ലാണോ വരുന്നത്? അല്ലാതെ എന്തോ ആരും പറ്റിയ അത്യാവശ്യത്തിന് വേണ്ടിയാണല്ലോ വരുന്നത്. അത്യാവശ്യത്തിന് വരുന്നവരേ ഉള്ളൂ, അല്ലാതെ പിന്നെ ആരാ വരുന്നേ? ഞാൻ എലിക്കുട്ടിയമ്മയുടെ മുടി ഒന്ന് ചീ കൊടുക്കട്ടെ. തലമുടി കെട്ടാ കഴിച്ച് വെച്ചിരിക്കുമല്ലേ, ചീപ്പെടുത്തുണ്ടോ കേട്ടോ. അത് സാരമില്ല, ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ലല്ലോ. തലമുടി കടന്നിട്ട് ഏറ്റവും വന്നപ്പോൾ തലമുടിയൊക്കെ ഒരുമാതിരി ആയിരിക്കുന്നു. തലമുടിയൊക്കെ ഒരുമാതിരി ആയിരിക്കുന്നു. ചീ വെച്ചാൽ ചില ഭംഗിയില്ലേ? സുന്ദരിയായില്ലേ എലിക്കുട്ടി? ആ തലമുടി ചീ വെച്ചാൽ എലിക്കുട്ടിയൊക്കെ സുന്ദരിയായില്ലേന്ന്. ഏയ് ആ കിടക്കുമ്പം പോ, അത് ശരിയാ. എന്നാലും കാണുമ്പോൾ ഒരു ഇത് വേണ്ട. ആ അതൊന്നും വേണ്ട, എപ്പോഴെപ്പോഴും വെക്കാൻ പറ്റിയില്ല. കിടക്കുമ്പം അത് പോവും. എന്നാലും ഇരിക്കുന്ന സമയത്ത് ഭംഗിയായിരിക്കുകയല്ലേ? ചില നേരത്തെ മയക്കേ ഉള്ളൂ. പ്രായമായിട്ട് പ്രാർത്ഥനയുണ്ടോ? ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി പ്രാർത്ഥന ഇല്ലായിരുന്നു. താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്നും ഉറക്കവും എല്ലാം കൃത്യമായിട്ടുണ്ട്. അതുപോലെ ഉണ്ടോ? ഇല്ലേ? എലിക്കുട്ടി സ്ഥിരമായിട്ട് ഇവിടെയല്ലേ താമസിക്കുന്നേ? ഇല്ലേ? ഈ ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ഇവിടെ ഞാനുണ്ട്, ജോമോളുണ്ട്, വിവാനുണ്ട്. അതെ, രണ്ടാമത്തെ കൊച്ചുങ്ങളുള്ളതുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ കൊച്ചുങ്ങളാ? കൊച്ചുങ്ങളൊക്കെ വലുതായി പോയില്ലേ? വലിയവരൊക്കെ വേണം. ആ വലിയവരുണ്ട്. വലിയവർ വേണം. ഞങ്ങളൊക്കെ വലിയവരല്ലേ? വലിയവർക്ക് പല കാര്യങ്ങൾ നടത്തി കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുണ്ട്. 19 വയസ്സ്. ആ അത് ചെയ്ത് കൊടുക്കണം. 19 വയസ്സായവരൊക്കെ പോരെ? 50 വയസ്സായവരൊക്കെ പോരെ? 45-50 വയസ്സായവരൊക്കെ പോരെ? 45-50 വയസ്സായവരൊക്കെ പോരെ വലിയവര്? അറിയത്തില്ലേ? ആ അവിടെ പൈപ്പിനകത്ത് വെള്ളം പോകുന്നുണ്ടല്ലോ, ടാപ്പടച്ചില്ലെന്ന് തോന്നുന്നു നന്നായിട്ട്. ഒരു ശല്യം ചെയ്യാതെ കിടന്നാൽ മതിയോ? ആ ശല്യം ചെയ്ത് കിടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ പോയി ചായ കുടിക്കട്ടെ കേട്ടോ. എലിക്കുട്ടിയമ്മയും മകളും കൂടെ വർത്താനം പറയണ കേട്ടോണ്ട് ഞാൻ കയറി വന്നേ. പുറത്തുനിന്ന് ആരും വരാതിരുന്നവർ. അതിനാ പുറത്തു വന്നാനാ കുഴപ്പം? പുറത്തുനിന്ന് വന്നതിനാ കുഴപ്പം? പുറത്തുനിന്ന് വന്നതിനാ കുഴപ്പം? വന്നാൽ എന്നാ കുഴപ്പം? കുഴപ്പം എന്നാന്ന്? പുറത്തുനിന്ന് വന്നാലേ എന്നതാ കുഴപ്പമെന്നാ ചോദിച്ചേ. പോകാനുള്ളവരൊക്കെ പോകാൻ നോക്കും. ഇനിയിപ്പോൾ ആരും പോകാനൊന്നുമില്ല. ഒരറ്റം പോയി ഇനിയിപ്പോൾ അറ്റം പോലെ പോകാനൊന്നുമില്ല. ഇനിയിപ്പോൾ അറ്റം പോലെ ഇവിടെ ഒന്ന് കിടക്കാറേ ഉള്ളൂ കേട്ടോ. എന്നാ ഞാൻ പോവാണേ. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എലിക്കുട്ടിയമ്മയുടെ ഡേ ഓഫ് ലൈഫാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇന്നിപ്പം രാവിലെ എലിക്കുട്ടിയമ്മനെ ജോമോള് ശൂശു വെക്കാൻ വിളിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 2-3 ട്രിപ്പ് ശൂശു വെക്കാൻ വിളിച്ചുകൊണ്ട് വെച്ചിട്ടാണ് കൊണ്ട് കിടത്തുന്നത്. പിന്നെ എലിക്കുട്ടിയമ്മ രാവിലെ ശൂശു വെക്കാൻ ഏറ്റ് ചെന്നില്ല. എന്നിട്ട് എലിക്കുട്ടിയമ്മ ബെട്ടെ ശൂശു വെച്ചു രാവിലെ. നീല മാറ്റി എല്ലാം തുടച്ച് ക്ലിയർ ചെയ്ത് എലിക്കുട്ടിയമ്മ പിന്നെ കിടന്നൊരു ഉറക്കം കൂടി ഉറക്കി കഴിഞ്ഞുള്ള ഭാഗമാണിപ്പം. അപ്പോൾ ഇനി നമുക്ക് എലിക്കുട്ടിയമ്മേനെ കാപ്പി കൊടുത്തേക്കാം എന്നുള്ളതാണ്.
കാപ്പ് കൊടുക്കാൻ വിളിക്കാൻ വന്നതാണ്. എലിക്കുട്ടിയമ്മ ഏറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ജോമോൾ പള്ളിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എലിക്കുട്ടിയമ്മ ഇനി ഞാൻ വിളിച്ചാൽ വരുമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ നമുക്ക് പല്ല് തേച്ചില്ല. ഇന്നലെ എലിക്കുട്ടിയമ്മ പല്ല് തേക്കാതെയാണ് കഴിച്ചത്. അപ്പോൾ ഇനിയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഓരോ ദിവസങ്ങളിലും ഓരോ മാറ്റങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എലിക്കുട്ടിയമ്മയ്ക്ക് നമ്മൾ രാവിലെ വിളിച്ച് നോക്കുവാണ് എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് കഴിക്കാൻ വരുമോ, ഇനി ജോമോൾ വന്നാലേ കഴിക്കുകയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. പണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സ്ഥിരമായി വീഡിയോ ആണെന്നവർക്കറിയാം. നേരത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്പരൊക്കെ ഇറക്കിയാണ് എലിക്കുട്ടിയമ്മനെ കൊണ്ട് ഇടയ്ക്ക് കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ രീതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മുന്നോട്ട് മാറ്റങ്ങൾ ഇത് ഇങ്ങനെയുള്ള അവരെ പരിചരിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പരിചരിച്ചുകൊണ്ടിരുന്നവർക്കും നേരത്തെ പരിചരിച്ചിട്ടുള്ളവർക്കും കൃത്യമായിട്ടറിയാം. നമുക്ക് ഞാൻ പറയണ എന്നാന്ന് മനസ്സിലാകുന്നില്ലേ? അതാണ് ഇങ്ങനെ നോക്കുന്നത് അല്ലേ? കണ്ടോ, ഞാനിങ്ങനെ എലിക്കുട്ടിയമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ എലിക്കുട്ടിയമ്മയുടെ മക്കളോട് പറയുമായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ കാര്യങ്ങളേ എലിക്കുട്ടിയമ്മയുടെ മക്കളോട് പറയുക ചെയ്തേ. എലിക്കുട്ടിയമ്മേനെ കാണുന്ന ഒത്തിരി മക്കളുണ്ട്. അമ്മയ്ക്കത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മക്കളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും, കാണുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് അങ്ങോട്ട് അതെങ്ങനെ അമ്മയ്ക്ക് അത്ര മക്കളില്ലല്ലോ എന്നുള്ളതാണ് അമ്മയുടെ മനസ്സിലുള്ളത്. അത് വെച്ചാണ് അമ്മ ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഇതായിപ്പോയി. നമുക്ക് കാപ്പി കുടിക്കാം. കാപ്പി കുടിക്കാം കഴിക്കാം. ഇല്ല, ബാ ഏറ്റ് വാ, നമുക്ക് രാവിലെ വല്ലതും കഴിക്കാം. ആ ബാ ഏറ്റ് വാ. അമ്മ ഏറ്റ് വാ. അയ്യോ അത് പറഞ്ഞാൽ പറ്റിയല്ല. അത് പറഞ്ഞാൽ പറ്റിയല്ല. ഇന്നലെ ഉഷാറായിട്ട് വന്ന് എല്ലാം കഴിച്ചതല്ലേ? ഇന്നലെ രാവിലെ എല്ലാം ഏറ്റ് കഴിച്ചതല്ലേ? അവിടെ പല്ല് തേക്കാൻ പൊടി കേട്ടാ വന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ എല്ലാം ഏറ്റവും ഒന്നും ഉഷാറായിരുന്ന എലിക്കുട്ടിയമ്മയാണ്. ഇന്ന് ഇച്ചിരി രാവിലത്തെ ശൂശുവയോടുകൂടിയാന്ന് തോന്നുന്നു എലിക്കുട്ടിയമ്മ അങ്ങോട്ട് വമ്മി കിടക്കണേ. ഏറ്റ് വാ. അമ്മയും ഞാനൊന്നും ഇങ്ങോട്ട് പോകുന്നില്ല. അവരൊന്നും ഇങ്ങനെ പോകുന്നില്ല. അവർ വീട്ടിൽ കിടക്കുക. വേക്ക് കാപ്പി കുടിച്ചിട്ട് എലിക്കുട്ടിയമ്മേനെ അങ്ങ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കാപ്പി കുടിച്ചിട്ടേ എലിക്കുട്ടിയമ്മേനെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പോണില്ലേ? വീട്ടിലോട്ട് പോവാ. അതെ, കാപ്പി കുടിക്കണ്ടേ? വീട്ടിലാരുമില്ല. അതുകൊണ്ട് കാപ്പി കുടിക്കണം. ബാ എണീക്ക്. ഏറ്റേ കാപ്പി കുടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അവര് നമ്മുടെ ശ്രീവാപുരത്തല്ലേ? ശ്രീവാപുരത്തല്ലേ താമസിക്കുന്നേ? ശ്രീവാപുരം. ആ ശ്രീവാപുരം പള്ളിയിലാണ് താമസിക്കുന്നത്. അടുത്താ. ഞാറുകുളത്തല്ലേ താമസിക്കുന്നേ? ആണോ? അവിടെയാണോ? ചാച്ചൻ അമ്മയുടെ വീട് അവിടെയാണോ? എലിക്കുട്ടിയമ്മയുടെ വീട് എവിടെയാ? അമ്മയും ചാച്ചനൊക്കെ ഉണ്ടോ? അമ്മയും ചാച്ചനൊക്കെ. എനിക്ക് അമ്മയുണ്ട്, ചാച്ചനില്ല. എനിക്ക് അമ്മയുണ്ട്, ചാച്ചനില്ല. ചാച്ചൻ നേരത്തെ മരിച്ചു പോയതാ. 10-25 വർഷമായില്ലേ. ഇപ്പം അമ്മയേ ഉള്ളൂ. അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി ഒരു പണിയൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ്. എലിക്കുട്ടി കാപ്പി കുടിക്കാലോ? കാപ്പി കുടിച്ചാലോ? കുടിച്ചില്ല. അതാ പറഞ്ഞ് കുടിക്കാൻ. ബാ വീട്ടിലോട്ട് പോകുമ്പോൾ കാപ്പി കുടിച്ചിട്ട് വേണം പോകാൻ. കാപ്പി കുടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. കാപ്പി കുടിച്ചിട്ടേ പോകാവുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാപ്പി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും 4 വഴിയും പോയില്ലേ. പഠിക്കാനുള്ളവർ പഠിക്കാൻ പോയി, പള്ളിയിൽ പോകാനുള്ളവർ പള്ളിയിൽ പോയി, ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോകണം. പേലിക്കുട്ടിയമ്മേനെ കാപ്പി കുടിപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. എന്നാ ബാ ഏറ്റ് വാ. കാപ്പി കുടിക്കുക ഇച്ചിരി. ബാ ഇച്ചിരിയേ. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഓമല്ലൂർ, ശ്രീവാപുരം ഓമല്ലൂർ. എണീറ്റ് വാ. രാവിലെ കാപ്പി കുടിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. അല്ലെങ്കിൽ എല്ലാവരും വഴക്കുണ്ടാക്കും. എലിക്കുട്ടിയമ്മയ്ക്കൊന്നും തന്നില്ലെന്നും പറഞ്ഞ്. എരുവാ കഴിക്കാം.
ഇന്ന് ഞാൻ കഴിഞ്ഞ് പോയി ചേട്ടാ. വീട്ടിലോട്ട് പോകാന്നേ, പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിച്ചിട്ട് പോവാം. കഴിക്കണം. ഒറ്റയ്ക്ക് തന്നെ പോക്ക് നടക്കുക. ഒറ്റയ്ക്ക് പോക്ക് നടക്കുകയില്ല, അതല്ലേ പറഞ്ഞേ. ഒറ്റയ്ക്ക് ഈ കുട്ടിയമ്മയ്ക്ക് തന്നെ പോക്ക് നടക്കുമോ? ഞാൻ കൊണ്ടേയാക്കാം. കൊണ്ടേയാക്കണോ? ഞാൻ കൊണ്ടേയാക്കണോ? കൊണ്ടേയാക്കണമെന്നോ? ഓ, അതൊന്നും വേണ്ട. പിന്നെ എങ്ങനെയാ പോണേ? ഇന്നലെ എത്ര ക്ഷീണമൊക്കെ മാറി. ഇന്നലെ വൈകിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഉറങ്ങാതെ കുറച്ച് നേരമൊക്കെ കിടന്നേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥനയൊന്നും വൈകിട്ടില്ല. അവരെത്ര ആമ്പിള്ളേരാണ്? ആര്? ആമ്പിള്ളേർ എത്ര പേരുണ്ട്? എവിടെയാ? എവിടെ? നിങ്ങൾ താമസിക്കുന്നിടത്ത്? ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇപ്പം 2 ആൺപിള്ളേരേ ഉള്ളൂ. 2 ആൺപിള്ളേരേ ഉള്ളൂ. എല്ലാവരും ഉണ്ടോ? 2 പേര്. രണ്ടാണോ? 2 ആൺപിള്ളേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വേറെ പോയി. എണ്ണീറ്റ് വാ, കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ടേ? ഇത് കണ്ടോ? അയ്യോ, കാപ്പി കുടിച്ചില്ല പിന്നെ എങ്ങനെയാ ശരിയാകുന്നേ? വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്തെങ്കിലും കഴിക്കട്ടെ. കഴിക്കാതെ ഇങ്ങനെ കടന്നു പോയാൽ എന്നാ ചെയ്യും? വീണ് പോയാലേ. അവിടെ അമ്മയുണ്ടോ? എവിടെ? വീട്ടിൽ അമ്മയുണ്ട്. അമ്മ ഭക്ഷണം കഴിക്കാമെന്ന് വിളിച്ചാൽ വരികയല്ലേ നീ? പപ്പായില്ല. അമ്മേനെ പപ്പായൊക്കെ പോയി, പള്ളിയിൽ പോയിരിക്കുക. പള്ളിയിൽ പോയി. പള്ളിയിൽ. എലിക്കുട്ടമ്മേ, കാപ്പി കുടിക്കാൻ വന്നില്ലേ? പറഞ്ഞ് മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? കുഞ്ഞു പിള്ളേരെ വിളിച്ചോണ്ട് പോണ പോലെ ഇപ്പം നമ്മൾ വിളിച്ചാലും വരാൻ മടിയാണ്. ഇനിയിപ്പോൾ ജോമോട് ഒന്ന് വിളിച്ചാലേ ചിലപ്പോൾ ചാടിയേറ്റ് വരും. നമുക്കേ ഇച്ചിരി കാപ്പി കുടിക്കേറ്റ് വാ. എവിടെ പോയാൽ എങ്ങനെയാ ശരിയാകുന്നേ? അയ്യോ, വീട്ടിൽ പോകണം. എലിക്കുട്ടമ്മേനെ കൊണ്ട് പോകണം. എൻ്റെ വീട്ടിലോട്ട് പോകണം. എലിക്കുട്ടമ്മേനെ കൊണ്ടുപോകണം. എനിക്ക് തന്നെ പോകാൻ പറ്റിയില്ല. എലിക്കുട്ടമ്മയുടെ വീട്ടിലാണ് ഞാനും പോരുന്നത്. എലിക്കുട്ടമ്മയുടെ വീട്ടിലോട്ടാണ് ഞാനും പോരുന്നത്. എണീറ്റ് വാ. വീട്ടിൽ പോണ്ടേ? പിന്നെ എലിക്കുട്ടിയമ്മല്ലേ ഇപ്പോൾ പറഞ്ഞേ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞേ? എലിക്കുട്ടിയമ്മല്ലേ ഇപ്പോൾ പറഞ്ഞേ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞേ? വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞതേ എലിക്കുട്ടിയമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത്? എണീക്ക് വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയാ പോണേ? നടന്നാണോ? ഇപ്പം അത് ട്രെൻഡ് അങ്ങ് മാറി. ഇപ്പം വേറൊരു മൂഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മുരങ്ങലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇനിയിപ്പം കാപ്പി കുടിക്കാൻ വരുമോയെന്ന് തോന്നുന്നില്ല. ജോമോട് വരാതെ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതൊക്കെയായാലും ഞാൻ ആ പരിശ്രമം ഉപേക്ഷിക്കുകയാണ്. ഇനിയിപ്പം ഏൽപ്പിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എലിക്കുട്ടിയമ്മേ, നിങ്ങളുടെ വിളിച്ച് നോക്കട്ടെ. എലിക്കുട്ടിയമ്മേ, അത് മയക്കത്തിലോട്ട് പോകുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എലിക്കുട്ടിയമ്മ മയക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനീ പറയുന്നതുകൊണ്ടാണ് കണ്ണ് തുറന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാപ്പി കുടിക്കാം. എലിക്കുട്ടിയമ്മ വരാനേ. എലിക്കുട്ടിയമ്മ കൂടെ വന്നം. എന്നിട്ട് നമുക്ക് പോകണ്ടേ? വീട്ടിൽ. ഇല്ലേ? ഇപ്പൊ മുമ്പേ പോണെന്ന് പറഞ്ഞേ. കുറച്ച് മുമ്പ് പോകണം എന്നാണല്ലോ പറഞ്ഞേ. അപ്പോൾ പിന്നെ എലിക്കുട്ടിയമ്മ മയക്കത്തിലോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ്. ഇപ്പം ഈ ജോമോട് വന്നിട്ട് നമുക്ക് എലിക്കുട്ടിയമ്മേനെ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലോട്ട് പോകാം. ഇനി ഇടയ്ക്കേറ്റ് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഒന്നും കൂടെ എലിക്കുട്ടിയമ്മയുടെ അടുത്തൊന്ന് ചോദിക്കാം. കാപ്പി കുടിക്കാമേ?
കാപ്പി കുടിക്കുക. വെയിറ്റ് വാ, വല്ലതും കഴിക്കാൻ വാ, വല്ലതും കഴിക്കണ്ടേ? വെയിറ്റ് വാ. ഞാൻ കുടിച്ചോളാം. നോക്കും. എപ്പം കുടിക്കാനാ? വാ, സമയമായി, കുടിക്കണ സമയമായി. കുടിക്കുന്ന സമയമായാലും ആ അതിലെന്നാ അത് കഴിക്കണ്ടേ? നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കണ്ടേ? വേറെ ആരുമില്ലേ? വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനും ഒരു കുട്ടിയമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. വാ. നീ മാത്രമേ ഉള്ളൂ? ആ, നെയ്റ്റ് വാ, നമുക്ക് കഴിച്ചേക്കാം. എനിക്കും വിശക്കുന്നുണ്ട്. കഴിക്കാ കഴിക്കാ നോക്കോ, ഞാൻ പോയില്ല. നമുക്ക് കഴിക്കാൻ. നെയ്റ്റ് വാ. എണീറ്റ് വാ. ഞാൻ പോവാ. എവിടെ? ഞാൻ എൻ്റെ വീട്ടിലാണ്. അയൽക്കുട്ടിയമ്മ പൊക്കോ, അതിന് കുഴപ്പമില്ല. വാ, നമുക്ക് കഴിച്ചിട്ട് പോവാം. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഭക്ഷണം കഴിച്ചിട്ടേ പോകാം. പോകാമെന്നോ? ആ, അത് എവിടെയായിരുന്നു? എവിടെയായാലും കഴിക്കണ്ടേ? കഴിച്ചോ? വാ, ഏറ്റ് വാ. എലിക്കുട്ടിയമ്മ കൂടെ കഴിക്കണം. എനിക്ക് തന്നെ കഴിക്കാൻ പറ്റുമോ? വരുമല്ലേ? എന്നാ വാ, ഞാൻ പിടിക്കാം. നീറ്റ് വാ. നിങ്ങൾ പോക്കോ, ഞാൻ പോകണില്ല. പോകാനല്ലെന്ന്, ഇല്ല. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ഇത് വേണ്ട. വേണ്ട. വല്ലതും തിന്നണ്ടേ? ഇല്ല. അതിനാ? വേണ്ട. അയ്യോ, വേണ്ടെന്ന് പറഞ്ഞാലേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കഴിക്കേണ്ട ആവശ്യമില്ലേ? അതിനാ? അത് വീട്ടിലോട്ടല്ലേ പോ? അത് വീട്ടിലൊന്നും ഇല്ല. ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. കഴിച്ചിട്ട് നോക്കോ. എലിക്കുട്ടിയമ്മ വീട്ടിൽ പോകുന്നില്ലേ? കഴിക്കാനുള്ളവരൊക്കെ അവിടെ ഇല്ലേ? പിന്നെ എന്നാ കഴിക്കാനുള്ള എലിക്കുട്ടിയമ്മയാണ് കഴിക്കാനുള്ളത്. ബാക്കിയൊക്കെ എല്ലാവരെല്ലാം കഴിച്ചു. അമ്മയും അപ്പനൊക്കെ ഇല്ലേ? അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്. പിന്നെ എന്നാ? ആ, അവരെ കഴിപ്പിക്കണ്ടേ? അമ്മയും അപ്പനൊക്കെ കൊടുക്കണ്ടേ? അമ്മയ്ക്കും അപ്പനൊക്കെ കൊടുക്കണ്ടേ? കാപ്പി കൊടുക്കണ്ടേ? ആർക്ക്? അമ്മയ്ക്കും അപ്പനൊക്കെ. കാപ്പിയോ? ആ, പിന്നെ അവർക്ക് കൊടുക്കണ്ടേ? അത് ഏറ്റ് വാ, കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ. എലിക്കുട്ടിയമ്മ ഏറ്റ് വാ. എലിക്കുട്ടിയമ്മ ഏറ്റ് വന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. എലിക്കുട്ടിയമ്മ കൊടുത്താലേ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞേ. എല്ലാം നിങ്ങളുടെ വീട്ടിലോട്ട് പോരട്ടെ. ഞങ്ങളുടെ വീട്ടിലോട്ട് പോരാനോ? ആണോ? ആ, എവിടുന്നാണോ വീട്ടിൽ പോകണം? ആ, എവിടുന്നാ പോണേ? വാ, അവർക്ക് കാപ്പി കൊടുക്കണം. ഏറ്റ് വാ. ചാച്ചനും അമ്മയ്ക്കൊക്കെ കാപ്പി കൊടുക്കാനുണ്ട്. ഏറ്റ് വാ. ചാച്ചനും അമ്മയ്ക്കൊക്കെ കാപ്പി കൊടുക്കണ്ടേ? ആർക്ക്? അപ്പനും അമ്മയ്ക്കൊക്കെ. അപ്പനും അമ്മയ്ക്കൊക്കെ കാപ്പി കൊടുക്കണ്ടേ? അപ്പനും അമ്മയ്ക്കോ? ആ, പിന്നെ അവർ കാപ്പി കുടിക്കാരാണ്. പിന്നെ അവർ കാപ്പിയല്ലേ കുടിക്കുന്നേ? രാവിലെ എന്നാ കഴിക്കുന്നേ? രാവിലത്തെ ഭക്ഷണം കൊടുക്കണ്ടേ? എലിക്കുട്ടിയമ്മല്ലേ കൊടുക്കുന്നേ? ഇപ്പം രക്ഷയില്ല. ഞാൻ 2ാം ട്രിപ്പ് വന്ന് വിളിച്ചിട്ടും രക്ഷയില്ല. എലിക്കുട്ടിയമ്മ ഏകം കൂട്ടാക്കുന്നില്ല. രോമോളൊന്ന് വിളിച്ചപ്പോൾ എലിക്കുട്ടി ചാടി ഏറ്റിട്ടുണ്ട്. ബാ, എല്ലാം കഴിക്കാം. ക്രൂരമായിട്ടാണല്ലോ നോക്കണേ. ദേഷ്യഭാവത്തിലാണല്ലോ നോക്കല. ആരാന്ന് മനസ്സിലാകാം. അത് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നോണ്ടേ അത് മനസ്സിലായില്ല. അതാ മനസ്സിലായില്ല. ഞാൻ ഇതിട്ട് നിന്നപ്പോഴേ മനസ്സിലായില്ലെന്ന്. അതെ അല്ലേ? അയ്യോ, ഇപ്പോഴാ വന്നേ. ആ, വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വന്ന് വരേക്ക് കഴിക്കുമല്ലോ. എല്ലാം കഴിക്കാൻ ഞാൻ എന്നാ ഉണ്ടാക്കണ്ട? കഞ്ഞി വേണോ? കഞ്ഞിയോ? ആ, കഞ്ഞി തന്നെ വേണോന്ന് ചോദിക്കണേ. അതിന് അമ്മയ്ക്ക് വേണോന്ന് ചോദിച്ചിട്ട് എടുത്താ പോരെ? വെറുതെ എടുത്ത് വെച്ച് ഇത് ആരോട് ചോദിച്ചിട്ട് എടുത്തെന്ന് എന്നോട് ചോദിക്കില്ലേ? എന്നാ? എല്ലാം കേട്ടതാന്ന് എനിക്കറിയാം. കഞ്ഞി എടുക്കട്ടെ? കഞ്ഞി എടുക്കട്ടെ? വേണ്ട. കേട്ടോ, ഞാൻ കുടിക്കാൻ പോവാ. കൊടുത്തോ? അപ്പൊ അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് വേണ്ടേ? വേണ്ട. കഴിക്കണം. പൽപ്പൊടി എടുത്തോട്ട്. എന്നതാണോ പിന്നെ കഴിക്കാൻ പറഞ്ഞാ കഴിച്ച് കിടക്കണം അല്ലേ? എന്തൊക്കെ പങ്കപ്പാടാ അത് ജീവിക്കണമെങ്കിൽ. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് നമ്മളെ കൊണ്ട് മടുപ്പാ. അമ്മ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഈ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് അമ്മയ്ക്ക് മടുപ്പല്ലേ? അല്ലേ? ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് മടുപ്പല്ലേ അമ്മയ്ക്ക്?
അല്ല ഈ കഴിക്കണം കുടിക്കണം വിളിക്കുന്നു ഇങ്ങനെ പറയുന്നു എല്ലാം ശല്യല്ലേ? കേൾക്കുന്നവർക്കും വഴക്ക്, കേൾക്കുന്നവർക്കും മടുപ്പ്, കാണുന്നവർക്കും മടുപ്പ്. എന്നാ ശല്യല്ലേ? അമ്മയുടെ പാട്ടിനങ്ങ് വിട്ടേച്ചാ മതി. എന്നാ പല്ല് തേച്ചിട്ട് കഴിക്കുക കേട്ടോ. ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. കുറുപ്പന്തറ വരെ പോയിട്ട് വരാം. കഴിക്കുക. ഇപ്പം രാവിലെ ഞാൻ എന്ത് വിളി വിളിച്ചെന്നറിയോ? 10 മിനിറ്റ് ആര് പറഞ്ഞു? 10 മിനിറ്റോളം ഞാൻ വിളിച്ചു. പക്ഷേ നേരത്തെ ആയിട്ട് വരുമായിരുന്നു. ഇത്തവണ ഇപ്പോഴാണല്ലോ ഈ അവസ്ഥയിലായപ്പോഴത്തേനാണ് അമ്മ അങ്ങനെ വരാത്തത്. അന്നേരപ്പോൾ നേരത്തെ ആയിട്ട് വരുമായിരുന്നല്ലോ. ഒന്ന് കഴിക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ നമ്പർ ഇട്ട് കഴിയുമ്പോൾ വരുമായിരുന്നു. ഇത്തവണ വന്നില്ല. ഇന്നലെ ഉഷാറുണ്ടായിരുന്നു എലിക്കുട്ടി. ഇന്നത്തെ ഉഷാർ മാറ്റം വന്നിട്ടുണ്ട്. എലിക്കുട്ടിയമ്മ രാവിലെ കഴിക്കാനുള്ള വലുതപ്പിലാണ്. ഇപ്പം ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ള വിശേഷങ്ങളിടാം. എലിക്കുട്ടിയമ്മയുടെ ഇന്നത്തെ പോയി കഴിക്കാമേ. ഇവിടെ പോയി കഴുക്. വല്ലത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ പോയിട്ട് വരാം. കാപ്പിയൊക്കെ കുടിച്ചായിരുന്നോ? ആ എന്നാ കഴിച്ചേ? എന്നതാ കഴിച്ചത്? എന്നതാന്ന്? ആ ഒന്നും കഴിച്ചില്ലേ? ഇച്ചിരിയായിട്ട് നടക്കാൻ പറ്റാത്തോ? എന്നാ ഞാൻ കഴിക്കാൻ പോവാ. ഞാനിപ്പോഴാ വന്നത്. മൂത്രമൊഴിക്കാൻ പോണോ? എന്നാ ബാ. ഏറ്റുപൊക്കോ. ചിരിപ്പെട്ടോ. പിടിക്കണോ തന്നെ പോവോ? ആ നിർബന്ധമില്ല. എന്നാ ലൈറ്റ് ഇട്ടാക്കാം. പോയിട്ട് വാ. പോയിച്ചു വാ. പൊക്കോ. മൂത്രമൊഴിക്കാനാന്ന് വെറുതെ പറഞ്ഞതാ. മൂത്രമൊഴിക്കാനാന്ന് എലിക്കുടുമ്പോ വെറുതെ പറഞ്ഞല്ലേ? വേണ്ടായിരിക്കോ? ആർക്കറിയാവുന്ന? എലിക്കുട്ടിയമ്മക്കല്ലേ അറിയാം. ഞങ്ങൾക്കറിയത്തില്ലല്ലോ. മൂത്രമൊഴിക്കണോ വേണ്ടോ എന്നുള്ള എലിക്കുട്ടിയമ്മല്ലേ തീരുമാനിക്കണേ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചായിരുന്നോന്ന്? ആ ഉച്ചയ്ക്കേ കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നോന്ന്? ആ കഞ്ഞി കുടിച്ചായിരുന്നല്ലേ? വൈകുന്നേരം ചായയോ? ചായ കുടിച്ചോ? വൈകുന്നേരം ചായ കുടിച്ചോ? കുടിച്ചു. എന്നായിരുന്നു ചായക്ക് കടി? ചായക്ക് എന്നായിരുന്നു കടി? എന്നായിരുന്നു? പലഹാരം ഉണ്ടായിരുന്നോ? പിന്നെ ഇന്ന് പ്രാർത്ഥന ഇല്ലയോ? പ്രാർത്ഥന ചെല്ലിയോ? കിടന്ന് ചെല്ലിയായിരുന്നോ? കിടന്നുകൊണ്ട് പ്രാർത്ഥന ഇല്ലയോ? ഇരുന്നുകൊണ്ടൊക്കെ ലുത്തിനിയ ചെല്ലിയോ? ഒന്ന് കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ടൊക്കെ ലുത്തിനിയ ചെല്ലിയോ? ഒന്ന് കൊന്ത ചെല്ലിയോ എന്നാ ചോദിച്ചേ. ഏത്? അതൊക്കെ മതി. കുറേശ്ശെ ചെയ്താൽ മതി. ആർക്കും ശല്യമില്ലാതെ എല്ലാം ചെയ്തങ്ങ് പോയാൽ മതി. ആർക്കും ശല്യമില്ലാതെ ജീവിച്ചു മരിക്കുക, അതാണ് നമുക്ക് വേണ്ടല്ലേ? ഇപ്പോഴോ? ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമല്ല. ഞാൻ വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചെന്നേ. ഇനിയിപ്പോൾ വൈകിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ടല്ലേ കഴിക്കുന്നത്, പകലല്ലല്ലോ, ഇപ്പോഴല്ലല്ലോ.
വൈകിട്ട് കഴിച്ചാൽ മതിയല്ലോ. അത്താഴം കഴിക്കുന്ന പോലെ ചെയ്താൽ പോരെ. ആ ആ അത് വലിച്ചു മാറ്റിയേക്കും. ഞാൻ ജനൽ തുറന്നിട്ടേക്ക് വരുന്നു, അടച്ചേക്കാം. കാറ്റ് കയറാൻ വേണ്ടിയേ അടയ്ക്കാൻ മതി. രാവിലെ തുറന്നിട്ടതാ, കാറ്റ് കയറിക്കോട്ടെ തുറന്നു അടച്ചേക്കാം. ഇരിക്കാനുള്ള സൗകര്യത്തിൽ വെച്ചേക്കണായിരിക്കും. ഏയ് ആരും ഇരിക്കാനായിട്ട് ഇവിടുന്ന് ആരും ഇരിക്കാനില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് എല്ലാവരും പേടിയല്ലേ, പിന്നെ എങ്ങനെ ഇരുത്തണേ? എലിക്കുട്ടിയമ്മ പറയും ജീവികളെല്ലാം കയറി വരും, എല്ലാം അടച്ച് പൂട്ടിക്കൊള്ളാൻ പറയും. അതുകൊണ്ട് നമ്മളെല്ലാം അടച്ച് പൂട്ടുക കേട്ടോ. എല്ലാം അടച്ച് പൂട്ടിയിട്ടുണ്ടേ. എല്ലാം ഓക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചത്. ആ അങ്ങോട്ട് വലിച്ചു. അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വലിച്ചിട്ടാ, നീ ഇങ്ങോട്ട് വലിച്ചിടാ. ഓക്കെ അല്ലേ? മതിയില്ലേ? അറിഞ്ഞില്ലേ? ചേച്ചി നടക്കുന്നുണ്ടോ? എല്ലാം നടക്കുന്നുണ്ടോ? കിടക്കാറൊന്നും ആയില്ല. ഇല്ലെന്നേ, കിടക്കണ സമയത്തിലുണ്ട്. നീ പ്രാർത്ഥന ഒക്കെ ചെല്ലണ്ടേ? പ്രാർത്ഥന ഒക്കെ ചെല്ലിട്ടില്ലേ കിടക്കാൻ പറ്റുള്ളൂ. മുദ്ര ഒഴിക്കാനാണെന്ന് പറഞ്ഞ് എന്നെക്കാണ്ട് ചെരുപ്പില്ല ഇടീച്ച്. ഈ കുട്ടിയമ്മ പിന്നെയും പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. ഇരുട്ടാൻ തുടങ്ങിയതേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയിലോട്ട് പിന്നെ പോയിരിക്കുന്നു. ഞങ്ങൾ യോഗ്യരാവുക സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സന്ധ്യാപ്രാർത്ഥന എല്ലാം ഉള്ള കേട്ടോ. സന്ധ്യാപ്രാർത്ഥന ചെല്ലാനുള്ളതാ. സന്ധ്യാപ്രാർത്ഥനയെ ചെല്ലാനുള്ളതല്ലേന്ന്. സന്ധ്യാപ്രാർത്ഥനയും ചെല്ലാനുള്ളതല്ലേന്ന് ചോദിച്ചേ. സന്ധ്യാപ്രാർത്ഥനയെ പ്രാർത്ഥനയോ? ആ പ്രാർത്ഥനയും ചെല്ലാനില്ലേ? ആ നീ ചെല്ലാനുണ്ട്. ഉണ്ട്. എന്നാ കൊന്ത എടുത്തില്ലല്ലോ. കൊന്ത എന്തിയെ? കൊന്ത 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 ആ കൊന്തയൊക്കെ ഉണ്ട്. അതിലുണ്ടോ? പിന്നെ ആ ഇത് കൊന്ത കൂടാതെ എത്ര പ്രാർത്ഥനയല്ല. ആ നിർത്തിയോ? ഇപ്പോൾ എലിക്കുട്ടമ്മയുടെ അത്രയും വർത്തമാനം പറഞ്ഞപ്പോഴത്തേനും പ്രാർത്ഥന എന്നുള്ള ഇതങ്ങ് വിട്ടുപോയി. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൊതുവെ ഇന്നലത്തെക്കാളും ക്ഷീണമൊക്കെ ആയിരുന്നു. ഇന്നലെ നല്ല ആക്റ്റീവായിട്ട് നിന്ന എലിക്കുട്ടിയമ്മ ഇന്ന് ചൂട് കൂടുതലുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ കിടപ്പിലോട്ടൊക്കെ പോകും. അത്രയും പറഞ്ഞു വന്നപ്പോഴത്തേനും ആ പ്രാർത്ഥനയുടെ ആ മെമ്മറി അങ്ങ് വിട്ടുപോയി. ഇതാണ് എലിക്കുട്ടിയമ്മയുടെ പ്രത്യേകത. എലിക്കുട്ടിയമ്മയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. മെമ്മറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന നിർത്തിയോ? പ്രാർത്ഥന നിർത്തിയോ? ആ പിന്നെ നല്ല ചെല്ലാത്ത നീ ചെല്ലുന്നില്ലേ? ഇനി ചൊല്ലുന്നില്ലേന്ന്? ഇപ്പം നിർത്തിയത് ഇനി ചെല്ലുന്നില്ലെന്ന് ചോദിച്ചേ. ഇനിയും ചൊല്ലുന്നില്ലെന്നാ ചോദിച്ചേ. ഇനിയും ചെല്ലുന്നില്ലേന്ന്? ഇനിയേ ഇപ്പൊ ചെല്ലിയതിന്റെ ബാക്കി ചെല്ലുന്നില്ലെന്നാ ചോദിച്ചേ. പ്രാർത്ഥനയെ ഇത്രയും നേരം ചെല്ലിയില്ലേ? ആ അതിന്റെ ബാക്കി ചെല്ലുന്നില്ലെന്നാ ചോദിച്ചേ. ആ അപ്പം അതങ്ങ് വിട്ടുപോയി സംഭവം. ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെയും തുടങ്ങും. അങ്ങനെയാണ് എലിക്കുട്ടിയമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഒരു പ്രാർത്ഥന അറിയാലോ ചെല്ലണം. എത്ര ദിവസം ചെല്ലും? ആ പണ്ട് ഇതുപോലെ ചൂടുകാലത്ത് വന്നപ്പോഴത്തേനും അമ്മ ഇങ്ങനെ ചൂടായിട്ട് മൊത്തം പുറത്തിറങ്ങുക പോലും ചെയ്യാതെ കട്ടിലും മുറിക്കാത്തതൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഏറ്റു വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ കുറച്ചും കൂടെ മെമ്മറിയും കാര്യങ്ങളും ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ മുതിർത്തിപ്പഴുപ്പ് വന്ന ശേഷം അമ്മയ്ക്ക് കുറച്ചും കൂടെ പെട്ടെന്നങ്ങ് വ്യത്യാസമായിപ്പോയി. പൊതുവെ ഇപ്പോൾ ഈ അസുഖം വരുന്നവർക്കൊക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, പ്രായമായവർക്ക് പ്രത്യേകിച്ച്.